ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ കെജ്രിവാൾ തിഹാർ ജയിലിൽ ഹാജരായി. പ്രതിപക്ഷ സഖ്യത്തെ അധികാരത്തിലെത്തിക്കാൻ ഇടക്കാല ജാമ്യം നേടിയ കെജ്രിവാളിന്റെ മടക്കം നിരാശയോടെയാണ്. ഡൽഹിയിലും പഞ്ചാബിലും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ സൂചനകൾ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, തിഹാർ ജയിലിലേക്ക് വീണ്ടും അരവിന്ദ് കെജ്രിവാൾ മടങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പാർട്ടി ആസ്ഥാനത്തെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്? ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ തിഹാർ ജയിലിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. നേരത്തെ സുപ്രീം കോടതി ജൂൺ 1 വരെയാണ്, അതായത് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് അവസാനിക്കുന്നത് വരെയാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരുന്നത്. ജൂൺ 2 തിരിച്ച് തിഹാർ ജയിലിൽ ഹാജരാകണമെന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. മദ്യനയ അഴിമതി കേസിന്റെ മെറിറ്റിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ടൊപ്പം മുഖ്യമന്ത്രി എന്ന പദവി, പാർട്ടിയുടെ കൺവീനർ എന്ന പദവി വഹിക്കുന്ന അത്തരത്തിലുള്ള പ്രത്യേക ഇളവുകളാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് നൽകിയിട്ടുള്ളത്. കാരണം കേസിന്റെ മെറിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇതേ കേസിൽ അറസ്റ്റിലായിട്ടുള്ള മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ജയിലിലാണ്. അതുകൊണ്ട് തന്നെ കേസിന്റെ മെറിറ്റിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക ഇളവ് നൽകിക്കൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മിക്ക് എത്രത്തോളം നേട്ടമുണ്ടാക്കാനായി എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഇന്നലെ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഡൽഹിയിലും പഞ്ചാബിലുമൊന്നും ആം ആദ്മി പാർട്ടിയും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയും പ്രതീക്ഷിച്ചത്ര ഫലങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫലം ലഭിക്കില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ KP സൂചിപ്പിച്ചതുപോലെ നിരാശയോടുകൂടി തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ജയിലിലേക്കുള്ള മടക്കം എന്ന് നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം ഇന്ന് പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ ജയിലിലേക്ക് മടങ്ങുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല എന്നുള്ളതും മറ്റൊരു ഘടകമാണ്. നേരത്തെ നമുക്കറിയാം, അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ആരോപണങ്ങൾ വരികയോ അന്വേഷണ ഏജൻസികൾ നടപടിയെടുക്കുകയോ ചെയ്താൽ സാമാന്യ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ മന്ത്രിസ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹിയിലെ മദ്യവിതരണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി പണം കണ്ടെത്തിയെന്ന കേസിൽ അതിന്റെ മുഖ്യ സൂത്രധാരൻ തന്നെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ കുറ്റപത്രത്തിലൂടെയും റിമാൻഡ് റിപ്പോർട്ടിലൂടെയും കോടതിയിൽ അറിയിച്ചിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ട് ഈ അന്വേഷണത്തെ നേരിടാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ തുടരുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകുകയോ പാർട്ടി കൺവീനർ സ്ഥാനം വിട്ടു നൽകുകയോ ചെയ്താൽ അത് മറ്റൊരു ഗതിയിലേക്ക് പോകും എന്നുള്ള, അല്ലെങ്കിൽ പാർട്ടി പിളരാൻ പോലും സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാകാം അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കെജ്രിവാൾ എത്താതിരുന്നത്. ഏതായാലും സുപ്രീം കോടതി നൽകിയ ഇടക്കാല ജാമ്യ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തിരിച്ച് തിഹാർ ജയിലിലേക്ക് എത്തിയിട്ടുള്ളത്. കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.